മറ്റുള്ളവരോട് നമ്മൾ റെസ്പെക്ട് കാണിക്കാറുണ്ട്. സ്വന്തം മനസ്സിനോടും സ്വന്തം ശരീരത്തോടും റെസ്പെക്ട് കാണിക്കുവാനും അവയെ മാനിക്കാനും പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ നമ്മളോട് കാണിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന്, സെൽഫ് റെസ്പെക്ട്. നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മളിലെ കോൺഫിഡൻസ് ഉണ്ടാകുന്നു, നമ്മളിലെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾക്ക് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നല്ലതുപോലെ ജോലി ചെയ്യുവാനുള്ള ഒരു എനർജി ഉണ്ടാകുന്നു. അതുവഴി നമ്മൾക്ക് സെൽഫ് ഗ്രോത്തും ഉണ്ടാവുകയും ചെയ്യും. സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും, മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളാണെങ്കിലും അഥവാ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ വന്നാലോ ആ തെറ്റിനെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുകയോ എനിക്കത് ഒന്നും പറ്റിയല്ലോ എന്ന് സങ്കടപ്പെട്ടും വിഷമിച്ചും ഇരിക്കുക. അത് സമയം വേസ്റ്റ് ആക്കാനേ ഉപയോഗിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്വയം ബ്ലെയിം ചെയ്യാതിരിക്കുക. അഥവാ എന്തെങ്കിലും പറ്റിയാൽ തന്നെ അത് പറ്റിപ്പോയി, സാരമില്ല, ഇനി ശ്രദ്ധിക്കാം, ഇനി അടുത്ത തവണ എനിക്കത് തെറ്റുപറ്റാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. 3, നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ അതിരുകളെ മാനിക്കുക. കാരണം നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. വല്ലപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ജോലികൾക്ക് പുറമെ മറ്റുള്ളവരുടെ ജോലികൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കഴിയാത്ത കാര്യമാണെങ്കിൽ അത് നോ പറയാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. 4, നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ക്ഷീണം, സന്തോഷം, സങ്കടം ഇവയൊക്കെ ഉണ്ടാകും. ആ ഇമോഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതായത് ക്ഷീണം വരുമ്പോഴും നിങ്ങൾക്ക് ജോലിയെടുക്കാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല. ആ സമയത്ത് ജോലിയെടുക്കാതെ ക്ഷീണം മാറ്റാൻ തന്നെ നിങ്ങൾ തീരുമാനിക്കുക. മറ്റൊന്ന്, കമ്പയർ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുമായി നിങ്ങളെ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളുണ്ട്. 6, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. വിശ്രമം, ഉറക്കം, ഭക്ഷണം അതൊന്നും ആഡംബരമല്ല. അതൊക്കെ നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾക്ക് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതൊന്നും ത്യജിക്കാതിരിക്കുക. 7, നിങ്ങളുടെ നേട്ടങ്ങളെ ഒരിക്കലും ചെറുതായി കാണരുത്. കൊച്ചു നേട്ടങ്ങളാണെങ്കിൽ പോലും അത് വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിക്കോട്ടെ, സ്ഥലത്തെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിക്കോട്ടെ, ആ നേട്ടങ്ങളെ നിങ്ങൾ ശരിക്കും ആഘോഷിക്കുക. 8, നിങ്ങളുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കുക. ഐ കാണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. എനിക്ക് പറ്റും എന്ന് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ടേക്ക് കെയർ.